3 കേന്ദ്രമന്ത്രിമാർ, CPM-നേക്കാൾ കൂടുതൽ MP-മാർ. കെ.സി. വേണുഗോപാലിന്റെ പൊളിറ്റിക്കൽ ഓപ്പറേഷനിൽ കേരളത്തിൽ താമരകൾ ഇനിയും വിരിയും. കോൺഗ്രസ് രാഷ്ട്രീയം മാറുന്നതുപോലെ BJP രാഷ്ട്രീയവും പുതിയ ദിശയിലേക്ക്. കെ.സി. പുറത്തിറങ്ങിയാൽ നേട്ടം BJPക്കും, കോട്ടം കോൺഗ്രസിനും. എങ്ങനെയെന്ന് വിശദമാക്കാം. വേണുഗോപാൽ ആലപ്പുഴ MP സ്ഥാനം ഒഴിയുകയാണ്. അവിടെ വരുന്ന ഒഴിവിൽ ശോഭാ സുരേന്ദ്രനെ നിർത്തി മറ്റൊരു താമര വിരിയിക്കാനുള്ള BJPയുടെ ബുദ്ധിപരമായ നീക്കം. ഇതോടെ ആലപ്പുഴയിൽ ജയം ഉറപ്പിക്കുകയാണ് BJP. ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കുക, അതിനുശേഷം ആലപ്പുഴയിൽ മത്സരിപ്പിക്കുക, സീറ്റ് അങ്ങനെ പിടിക്കാനുള്ള വലിയൊരു നീക്കം നടത്തുകയാണ് BJP. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 3 കേന്ദ്രമന്ത്രിമാർ, കൂടുതൽ താമരകൾ വിരിയുകയാണ്. 3 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വന്നാൽ മോദിയുടെ വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പിന്നീട് അധിക ദൂരമില്ല. കേരളം ഭരിക്കാൻ കിട്ടിയില്ലെങ്കിലും നിയമസഭയിലെ 3 MLA-മാർ, 3 കേന്ദ്രമന്ത്രിമാർ, ഇത്രയും മതി അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടുതൽ സീറ്റ് പിടിക്കാൻ. ഒരു പ്രചാരണത്തിന്റെയും ആവശ്യമില്ലാതെ കേരളത്തിലെ വികസനം ചൂണ്ടിക്കാട്ടി കേരളം BJP ഭരണമുള്ള ഒരു സംസ്ഥാനമാകും. എന്നാൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ വലിയൊരു നഷ്ടം വരാൻ പോവുകയാണ്. അവരുടെ MP-മാരുടെ എണ്ണം കുറയും. അതുകൊണ്ട് തന്നെ കെ.സിയുടെ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ നേട്ടമാക്കാൻ കണ്ണും നട്ടിരിക്കുകയാണ് BJP. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് 3 സീറ്റുകൾ നേടി ശ്രദ്ധേയമായ നേട്ടമാണ് ഇക്കുറി BJP സ്വന്തമാക്കിയത്. ഇത്തവണ ജയിച്ച നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ സീറ്റുകളിൽ കഴിഞ്ഞ തവണ രണ്ടാമതെത്തി BJP മുന്നണികൾക്ക് മുന്നറിയിപ്പ് നൽകിയതായിരുന്നു. 3 സീറ്റുകൾ പിടിച്ചതിനൊപ്പം 6 സീറ്റുകളിൽ ഇത്തവണ രണ്ടാമതെത്താനും നിരവധി മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും BJPക്ക് ആയിട്ടുണ്ട്. LDF, UDF മുന്നണികൾക്ക് അപ്പുറത്തേക്കൊരു പാർട്ടിക്കുള്ള വളർച്ച ഏത് മുന്നണിയാകും ക്ഷീണിപ്പിക്കുക എന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവ്. BJP വിജയിച്ച 3 മണ്ഡലങ്ങളിലും LDF രണ്ടാമതെത്തി. ഈ മണ്ഡലങ്ങളിലെല്ലാം UDF 3-ാം സ്ഥാനത്തായിരുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. എന്നാൽ ഈ 3 മണ്ഡലങ്ങളും LDFന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നതാണ് പച്ച യാഥാർത്ഥ്യം. ഇവിടങ്ങളിൽ LDFന്റെ വോട്ട് വിഹിതത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതേസമയം 3-ാം സ്ഥാനത്താണ് എങ്കിലും നേമത്ത് മാത്രമാണ് UDFന് വോട്ട് കുറഞ്ഞിരിക്കുന്നത്. മറ്റു 2 ഇടങ്ങളിലും UDFന്റെ വോട്ടും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേട്ടം ആർക്കാണ്? കഴക്കൂട്ടത്താണ് LDFന് ഏറ്റവും കൂടുതൽ വോട്ടിടിവ് സംഭവിച്ചത്. 2021-ൽ 63,690 വോട്ടുകൾ ഉണ്ടായിരുന്ന LDFന് 2026 46,136 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. 17,554 വോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ആറ്റിങ്ങൽ, തിരുവല്ല, പാലക്കാട്, മലമ്പുഴ, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലാണ് BJP ഇത്തവണ രണ്ടാമതെത്തിയത്. ഇതിൽ തിരുവല്ല ഒഴികെ ബാക്കിയുള്ളിടത്തെല്ലാം 2021-ലും BJP 2-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ തിരുവല്ലയാണ് BJPക്ക് ശ്രദ്ധേയമായ നേട്ടം നൽകിയ മറ്റൊരു മണ്ഡലം. 2021-ൽ 22,674 വോട്ടുകൾ ലഭിച്ചിരുന്ന സ്ഥാനത്ത് 2026-ൽ BJP തിരുവല്ലയിൽ 43,078 വോട്ടുകൾ നേടി. അതായത് 20,404 വോട്ടുകളുടെ വലിയ ഒരു വർധനവ്. ഈ മണ്ഡലത്തിൽ അനൂപ് ആന്റണി BJPക്ക് നേടിക്കൊടുത്തതാണ്. ഇവിടെയും LDFനാണ് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടായത്. 20,155 വോട്ടുകളുടെ കുറവ്. അവിടെ LDFന്റെ മാത്യു ടി തോമസ് സിറ്റിംഗ് MLA എന്ന സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ 10,146 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. പാലാ, ദേവികുളം, കുണ്ടറ എന്നീ മണ്ഡലങ്ങളിലും NDA 2021-നെ അപേക്ഷിച്ച് ശ്രദ്ധേയമായ വളർച്ച നേടിയിരുന്നു. അതേസമയം പൂഞ്ഞാറിൽ PC ജോർജ് BJPയിൽ എത്തിയത് NDA വോട്ട് വിഹിതം ഉയർത്തിയെങ്കിലും PC ജോർജിന് നഷ്ടമാണ്. 2021-ൽ സ്വന്തം നിലയ്ക്ക് മത്സരിച്ച PC ജോർജ് 41,851 വോട്ടുകൾ നേടിയിരുന്നു. ഇത്തവണ BJPക്കൊപ്പം ചേർന്നിട്ടും 36,172 വോട്ടുകളെ നേടാൻ ആയുള്ളൂ. അതേസമയം ഷോൺ ജോർജിന് പാലായിൽ വലിയ മുന്നേറ്റമുണ്ടായി. കരുനാഗപ്പള്ളി, സുൽത്താൻ ബത്തേരി, ഒറ്റപ്പാലം, വർക്കല, ഗുരുവായൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും BJPക്ക് ഗണ്യമായ വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ കണക്കുകൾ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം BJPക്ക് 2-ാം സ്ഥാനം കഴിഞ്ഞ തവണ കിട്ടിയിടത്തെല്ലാം BJP ഇത്തവണ ആ സീറ്റുകൾ പിടിച്ചിരിക്കുകയാണ്. വീണ്ടുമുണ്ട് കഴിഞ്ഞ തവണയും ഇത്തവണയും 2-ാം സ്ഥാനത്ത് എത്തിയ ചില സീറ്റുകൾ. ഇത്തവണ 1-ാം സ്ഥാനം കുറിച്ച് 3 പേർ നിയമസഭയിൽ എത്തുന്നത് കൊണ്ട് തന്നെ അടുത്ത തവണ ആ എണ്ണം കൂടും എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ. എന്തായാലും BJPയുടെ രാഷ്ട്രീയം മാറുകയാണ്. ആ രാഷ്ട്രീയം കേരളത്തിനെ മുന്നോട്ട് നയിക്കും എന്നതാണ് ഏറ്റവും വലിയ ഉറപ്പ്. ന്യൂസ് ഡെസ്ക്, കർമ്മൻസ്.